എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ചിക്കൻ റോസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ശേഷം ഒരു ചട്ടിയിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മുഴുവൻ മല്ലിയാണ് ഇട്ടെടുക്കുന്നത്. അതേപോലെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണ് വലിയ ജീരകം കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പും കൂടി ഇട്ടെടുക്കാം. ഇനി അധികം എരിവില്ലാത്ത വറ്റൽമുളകാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ തീരെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 2 മാത്രം എടുത്താൽ മതി. 3 വറ്റൽമുളക് ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ കറിവേപ്പിലൊന്ന് വാടി കിട്ടോളം ഇത് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 10 അല്ലിയോളം വെള്ളുള്ളിയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ശേഷം അതേ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടെടുക്കാം. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്ന് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി കുറച്ച് നേരം മൂടി വെക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ചില്ലി സോസാണ് ഒഴിച്ചെടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്